ഹായ് ഓൾ, ദിസ് ഇസ് സൺഡേ മോർണിംഗ്. ഞാൻ പറഞ്ഞതുപോലെ ഡാഡയുടെ എൻ്റെ ഫാദർ ഇൻ ലോയുടെ 70th ബർത്ത്ഡേ ആണിന്ന്. ഇതാണ് ഞങ്ങളുടെ കുടുംബ വീടെങ്കിലും അവരിപ്പോൾ താമസിക്കുന്നത് പുലിച്ചിറയിൽ മോളുടെ അടുത്താണ്, അതായത് എൻ്റെ നാത്തൂൻ്റെ വീടിനടുത്ത്. വീടിനടുത്ത് എന്നും പറയാൻ പറ്റില്ല, ഒരു കോമ്പൗണ്ടിൽ 2 വീടായിട്ടാണ്. നീലു ഇന്നലെ രാത്രി മുഴുവൻ നല്ല ബഹളമായിരുന്നു കേട്ടോ. ഒരു 4-5 പ്രാവശ്യം എണീറ്റു. അതുകൊണ്ട് രാവിലെ 6 മണിക്ക് അവൻ എണീറ്റപ്പോൾ ഞാൻ അവനെ എടുത്ത് അങ്ങനെ അമ്മയുടെ കൊണ്ട് കൊടുത്തിട്ട് ഞാൻ പോയി കിടന്നുറങ്ങി. പിന്നെ കണ്ണു തുറന്നപ്പോൾ 9:30 മണിയായി. ഗിഫ്റ്റ് ആണെങ്കിൽ ഒന്നും മേടിച്ചിട്ടും ഉണ്ടായിരുന്നില്ല. 2-3 ദിവസമായിട്ട് നല്ല തിരക്കുണ്ട് കേട്ടോ, സ്കൂളിലതും പിന്നെ അലന് ബുക്കിങ്ങും ഉണ്ട്. എനിക്ക് ഒറ്റയ്ക്ക് പോയി മേടിക്കാനായിട്ട് തോന്നിയില്ല. എനിക്ക് ഈ സൈസിൻ്റെ കാര്യമൊക്കെ എപ്പോഴും തെറ്റുപറ്റും. ഇനി 9:30 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി അത് കഴിച്ചിട്ട് കടയിലോട്ട് പോകാൻ നിന്നാൽ വീണ്ടും വൈകും. അതുകൊണ്ട് ഒരു തട്ടിക്കൂട്ട് ഓട്സ് ഉണ്ടാക്കുവാണ് രാവിലെ. ഇതിൻ്റെ അകത്ത് ഞാൻ കുറച്ച് ബനാനയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇന്നലെ സാൻഡ്വിച്ച് ഉണ്ടാക്കിയ ബ്രെഡിൻ്റെ ബാക്കി കുറച്ച് ബ്രെഡ് ഉണ്ടായിരുന്നു. കുക്കുവിന് അത് ഇന്ന് 2 ബ്രെഡ് എടുത്ത് ചോക്ലേറ്റ് സ്പ്രെഡൊക്കെ തേച്ച് കൊടുത്തു. നിലുവിന് ഒരു ബ്രെഡിൽ പാൽ ഒഴിച്ചു കൊടുത്തു. അമ്മയും ഓട്സ് കുടിച്ചോളും കേട്ടോ. ഇനി ഈ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് 2 പരിപാടിയുണ്ട്. ഒന്ന്, അവിടെ രാത്രി BBQ ചെയ്യാനായിട്ടുള്ള കൽക്കരി നമുക്ക് ഇവിടുന്ന് മേടിക്കണം. അതാകെ ഈ പരിസരത്ത് അത് കിട്ടുന്നത് പള്ളിമുക്കിൽ മാത്രമേ ഉള്ളൂ. അത് ഞങ്ങൾ മേടിച്ചിട്ട് ചെല്ലാമെന്ന് അല്ല ഏൽക്കുകയും ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ കയറി പോയിട്ട് വേണം എനിക്ക് ഡാഡയ്ക്കുള്ള ഡ്രസ്സും എടുക്കാനായിട്ട്. ഞങ്ങൾക്ക് ഡാഡയ്ക്കുള്ള ഡ്രസ്സും എടുക്കാനായിട്ട്. ഓട്സ് സാധാ പോലെ തന്നെ കുറച്ച് വെള്ളത്തിൽ ഉപ്പും പഞ്ചസാരയും ഇട്ട് ഓട്സ് ഇട്ട് നന്നായിട്ട് കുറുക്കി എടുത്തിട്ട് അതൊന്ന് കുറുകി വരുമ്പോൾ അതിലേക്ക് ഏത്തപ്പഴം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് വേവുമ്പോൾ കുറച്ച് പാലൊഴിച്ച് ഒന്ന് ചൂടാക്കി എടുക്കത്തേ ഉള്ളൂ. ഏത്തപ്പഴത്തിന് പകരം ഏത് ഫ്രൂട്ട് വേണമെങ്കിലും ഇടാം കേട്ടോ. അവിടെ ചെന്നാൽ ഈ വോയിസ് ഓവർ കൊടുക്കുന്നതും എഡിറ്റിങ്ങും ഒന്നും നടക്കില്ല. അതുകൊണ്ട് ഞാൻ ഇന്നലത്തെ ഈവനിങ് വീഡിയോ ഇന്നലെ പോസ്റ്റ് ചെയ്ത ഈവനിങ് വീഡിയോയ്ക്ക് ഞാൻ രാവിലെയാണ് സൗണ്ട് ഇട്ടത്. സൗണ്ട് ഇടാനായിട്ട് മേളിലോട്ട് പോയപ്പോൾ ഇതായിരുന്നു അവസ്ഥ. കടലിൻ്റെയും കാറ്റിൻ്റെയും മഴയുടെയും ഒക്കെ ഒച്ച. പിന്നെ അതൊക്കെ ഒന്ന് ഒതുങ്ങി സൗണ്ടൊക്കെ ഇട്ട് എന്തായാലും മഴ കഴിഞ്ഞിട്ടല്ലേ ഇറങ്ങത്തുള്ളൂ. അതൊക്കെ കഴിഞ്ഞ് താഴെ വന്നപ്പോൾ എനിക്കുള്ള ഓട്സ് ഗ്ലാസ്സിലാക്കിയിട്ട് അമ്മയും അലനും ഒക്കെ ഓട്സ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മ ചുരിദാറൊക്കെ ഇട്ട് റെഡിയായി നിൽക്കുന്നത് ഞങ്ങളുടെ കൂടെ പോരാനല്ല കേട്ടോ. ഇന്നൊരു ഗ്യാപ്പ് കിട്ടിയതുകൊണ്ട് അമ്മയുടെ ചേച്ചിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. അത് തോപ്പിലാണ്, കൊല്ലം ബീച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ ഇന്നലെ തൊട്ടേ പറയുന്നു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ ചെന്ന് കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ രാവിലെ പോകുന്നു. പക്ഷേ ഞാൻ വിട്ടില്ല കേട്ടോ. ഞാൻ പറഞ്ഞു അമ്മ ഞങ്ങൾ ഇറങ്ങിയിട്ട് പോയിക്കോ, അല്ലെങ്കിൽ എനിക്ക് പാടായിരിക്കും. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ അത് സമ്മതിക്കാനായിട്ട്. അമ്മ ഇങ്ങനെ ഇടയ്ക്കും മുറയ്ക്കും പറഞ്ഞ് 3 ആഗ്രഹങ്ങളാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഒന്നൊരു കരിമണിമാല, പിന്നെ കല്ല് വെച്ചൊരു വള, പിന്നെ കറുത്ത മുത്തുള്ള മഴത്തുള്ളിക്കമ്മൽ. ഞാൻ കിങ്സ് സ്കൂളിൽ വർക്ക് ചെയ്ത് തുടങ്ങിയപ്പോൾ ഒരു 2-3 മാസത്തെ ശമ്പളം കഴിഞ്ഞിട്ട് ഞാൻ വള മേടിച്ചു. വെള്ള കല്ലിൻ്റെ വള തപ്പിപ്പോയെങ്കിലും അത് കിട്ടിയില്ല. പിന്നെ അമ്പാൾ ഇരയൂരത്തുള്ളൊരു ജ്വല്ലറിയാണ് കേട്ടോ. അമ്പാളിൽ നിന്നാണ് ഞാനെല്ലാം മേടിക്കുന്നത്. പിന്നെ ആ ചേട്ടനും പറഞ്ഞു ഈ കല്ല് വെച്ച സാധനങ്ങൾ ഡെയിലി യൂസിന് പറ്റില്ല എന്ന്. പിന്നെ നല്ല ഡിസൈനിൽ വൈറ്റ് ഗോൾഡ് ഉള്ളൊരു വള കണ്ടപ്പോൾ ഞാൻ അതങ്ങ് എടുത്തു. അവസാനം ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാനായിട്ടാണ് കേട്ടോ ആൾ അടങ്ങിയിരുന്ന് വന്നത്. അത്ര നേരം യുദ്ധം ഈ ഉടുപ്പൊന്നും ഇട്ട് കൊടുക്കാനായിട്ട്. ഇതിൻ്റെ അകത്തൊരു ടീഷർട്ട് ഉണ്ട്, പക്ഷേ ഈവൻ കുക്കുനെ പോലല്ല, ഭയങ്കരമായിട്ട് വിയർക്കും. അതുകൊണ്ട് അത് ഞാൻ ഇട്ട് കൊടുത്തില്ല. അപ്പോൾ പറഞ്ഞു വന്നത് അമ്മയുടെ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണത്തെക്കുറിച്ചാണല്ലോ. 2ാമതായിട്ടുള്ള കരിമണിമാല ഞാൻ കഴിഞ്ഞ ബർത്ത്ഡേക്ക് മേടിച്ചു കൊടുത്തു. ഒരു മഴത്തുള്ളിക്കമ്മൽ 2-3 ദിവസം മുന്നേ ഞങ്ങൾ മേടിച്ചു. എൻ്റെ കൊലുസ് ഒരു 2 പവൻ ഉണ്ടായിരുന്നു കേട്ടോ. അത് പൊട്ടിയിരിക്കുകയായിരുന്നു. അത് കൊടുത്ത് മാറ്റി ഞാൻ 1.5 പവൻ്റെതാക്കി. എനിക്ക് നേരത്തെ കൊലുസാണ് ഇഷ്ടം, അതുകൊണ്ടാട്ടോ തൂക്കം കുറഞ്ഞ്. അപ്പോൾ അതിന് ഞാൻ പിന്നെ മഴത്തുള്ളി കമ്മൽ മേടിച്ചു. അപ്പോൾ അതിൽ വെള്ള കല്ലായിരുന്നു. അതിന്ന് ജ്വല്ലറിയിലെ ചേട്ടൻ മാറ്റി കറുപ്പ് കല്ലിട്ട് തരാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ ഷോപ്പിങ്ങിനൊക്കെ പോയിട്ട് വരുന്ന വഴി കമ്മലും കൊണ്ടുവരാമെന്ന് പറഞ്ഞപ്പോഴാണ് ആൾ സമ്മതിച്ചത്. അതൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് കേട്ടോ. കറുത്ത മഴത്തുള്ളി കമ്മലൊക്കെ ഇട്ടിട്ട് പോകാമല്ലോ ചേച്ചിയുടെ അടുത്ത്. മുണ്ടും ഷർട്ടും എടുക്കാനാണ് വന്നതെങ്കിലും ആ ഫ്ലെക്സിൽ കണ്ട ചേട്ടൻ ഇട്ടിരിക്കുന്ന ജുബ്ബ കണ്ടപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെയുള്ളത് തിരക്കി ചെന്നിട്ട് എനിക്ക് പൊതുവേ ഡാർക്ക് കളറാണ് കേട്ടോ ഇഷ്ടം. ഈ ഒരു സാധനം കണ്ടപ്പോൾ എനിക്കതങ്ങ് ഇഷ്ടപ്പെട്ടു. അതിന് ചേരുന്ന ആ നീലക്കരയുള്ള മുണ്ട് തന്നെയാണ് കേട്ടോ ഞങ്ങൾ മേടിച്ചത്. പിന്നെ അവിടുന്ന് നേരെ കൽക്കരി മേടിക്കാൻ പോയി. മറ്റേ BBQ ചെയ്യാനാണ് കേട്ടോ, കോഴി ചൂടാനായിട്ട്. അങ്ങനെ അമ്മയ്ക്ക് കമ്മലൊക്കെ കൊടുത്തിട്ട് ഞങ്ങളുടെ പുലിച്ചിറ എത്തി. ഇതാണ് ഞാൻ പറയാറുള്ള കോമ്പൗണ്ട്. 2 വീടുകളാണ് ഉള്ളത്. ഇപ്പുറത്തുള്ളത് ആലൻ്റെ ചേച്ചി വെച്ച വീടാണ്, അപ്പുറത്തുള്ളത് ഡാഡയുടെ പെങ്ങൾ വെച്ച വീടും. ഡാഡയുടെ പെങ്ങളായിരുന്നു ആ വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്നത്. ചേച്ചിയൊക്കെ ദുബായിൽ പോയിരുന്നു കോവിഡ് ടൈമിൽ. അപ്പോൾ എന്നോട് പറഞ്ഞു നിനക്ക് എപ്പോഴെങ്കിലും മാറി താമസിക്കണമെന്ന് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ, അതുകൊണ്ട് നിങ്ങൾ പോയി ഇവിടെ താമസിക്കാൻ. അങ്ങനെ ആ കോവിഡ് ടൈമിൽ ഞങ്ങൾ താമസിച്ചത് ചേച്ചിയുടെ ഈ വീട്ടിലാണ്. അപ്പുറത്ത് സിബിൾ ആൻറ്റി ഉണ്ടായിരുന്നു. ആൻറ്റി മരിച്ചതിന് ശേഷമാണ് കേട്ടോ ഡാഡയൊക്കെ ഇങ്ങോട്ട് പോരുന്നത്. കോവിഡൊക്കെ കഴിഞ്ഞ് ചേട്ടന് വർക്ക് ഫ്രം ഹോം ആയപ്പോൾ ചേച്ചിയൊക്കെ തിരിച്ച് നാട്ടിൽ സെറ്റിൽഡായി. അപ്പോൾ ആദ്യം ഞങ്ങളിപ്പോൾ താമസിക്കുന്ന ഈ വീട്ടിൽ തന്നെയാണ് വന്ന് താമസിച്ചത്. പിന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയപ്പോൾ എനിക്ക് അമ്മയും ലില്ലിയമ്മച്ചിയൊക്കെ അടുത്ത് വേണമല്ലോ എന്ന് കരുതിയിട്ട് ഞങ്ങൾ ഇങ്ങോട്ടും വന്നു. അവർ തിരിച്ച് ഈ വീട്ടിലേക്കും വന്നു. ഞാൻ വന്നപാടെ നേരെ അങ്ങ് പോകും കേട്ടോ. എനിക്ക് മമ്മിയെ കാണുന്നതിന് മുന്നേ ചേച്ചീനെ കാണണം. ഈ വീടാണ് എന്നെ ഒരു പാചക വിദഗ്ധയാക്കിയത്. അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ അത് ഈ വീടാണ് കേട്ടോ. കാരണം ഞങ്ങളിവിടെ വന്ന സമയത്ത് പെട്ടുപോയി. കോവിഡും ലോക്ക്ഡൗണും പിന്നെ കുക്കിംഗ് എല്ലാം ഞാൻ ഒറ്റയ്ക്ക് തന്നെ ചെയ്തല്ലേ പറ്റൂ. കയ്യിൽ ലില്ലിയമ്മച്ചിയുടെ നിന്ന് റെസിപ്പീസ് എഴുതിയ ഡയറിയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇടയ്ക്ക് മുറയ്ക്ക് അമ്മച്ചീനെ വിളിച്ചും അപ്പുറത്ത് സിബിൾ ആൻറ്റി അടുത്ത് ചോദിച്ചും ഒക്കെ കുക്കിംഗ് അങ്ങ് തുടങ്ങി. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ സിബിൾ ആൻറ്റി അങ്ങ് പോയി കേട്ടോ.
ഞങ്ങളെ ഒറ്റയ്ക്കാക്കിയിട്ട്. ആൻറ്റിക്ക് 2 ആൺമക്കളാണ്. ഒരാൾ അമേരിക്കയിൽ സെറ്റിൽഡാണ്, ഒരാൾ ചെന്നൈയിലും. ആൻറ്റിക്ക് നല്ല ഷുഗറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ മധുരമൊക്കെ കഴിക്കുന്നതിന് ഇടയ്ക്ക് മുറയ്ക്ക് ഞങ്ങൾ വഴക്കൊക്കെ പറയാറുണ്ടായിരുന്നു. അന്ന് രാവിലെ മറ്റോ പുള്ളിക്കാരത്തി കുറച്ച് കപ്പയൊക്കെ വാങ്ങിച്ച് പുഴുങ്ങി തിന്നു കേട്ടോ. ഞാൻ കണ്ടില്ല, ഞാൻ അകത്തായിരുന്ന സമയത്തായിരുന്നു വണ്ടിയെ വന്ന കപ്പയൊക്കെ വാങ്ങി പുഴുങ്ങി തിന്നത്. ഒരു 5:30 മണി തൊട്ട് അസ്വസ്ഥതയൊക്കെ തുടങ്ങിയെങ്കിലും ഞങ്ങളോട് പറഞ്ഞില്ല. രാത്രി ഒരു 11 മണിയായപ്പോൾ അലൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. വയ്യ മോനെ, ഹോസ്പിറ്റലിൽ പോകണമെന്നും പറഞ്ഞിട്ട്. അങ്ങനെ അലൻ ഇറങ്ങി ആൻറ്റിയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി. തിരിച്ച് ആൻറ്റി ആ വീട്ടിലോട്ട് വന്നില്ല. മരണാനന്തര ചടങ്ങൊക്കെ ഇരവിപുരത്തുള്ള വീട്ടിലായിരുന്നു കേട്ടോ. കുടുംബം അതാണല്ലോ. കോവിഡ് ആയതുകൊണ്ട് മക്കൾക്ക് 2 പേർക്കും എത്താനുള്ള പെർമിഷനും ഇല്ലായിരുന്നു. അപ്പോൾ ഇതാണ് ഞാൻ കുക്കിംഗ് പഠിച്ച എൻ്റെ ആദ്യത്തെ കിച്ചൺ. എൻ്റെ കയ്യിൽ എനിക്ക് മാത്രമായിട്ട് കിട്ടിയ ആദ്യത്തെ കിച്ചൺ. ചിക്കൻ കറി ഡാഡയുടെ സ്പെഷ്യലാണ് കേട്ടോ. ഡാഡ അതവിടെ ഉണ്ടാക്കി കഴിഞ്ഞിരുന്നു ഞങ്ങൾ വന്നപ്പോൾ തന്നെ. ചേച്ചി ഇപ്പുറത്ത് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമായിരുന്നു. ഇതാണ് ഡാഡ. ഞാൻ വെട്ടത്ത് കാണിക്കാം, അവിടെ ലൈറ്റിങ്ങിൻ്റെ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ഇതാണ് ആലൻ്റെ ഫാദർ. ഫുൾ നെയിം ജോസഫ് ഡേവിഡ് നെറ്റോ എന്നാണ് കേട്ടോ. ആലൻ്റെ മമ്മിയുടെ പേര് എമിലി ലിനറ്റ് ഫെർണാണ്ടസ് എന്നാണ്. ചേച്ചിയുടെ ഫുൾ നെയിം ജെനിഫർ നെറ്റോ. ആലൻ്റെ ഫുൾ നെയിം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ, ആലൻ ജൂഡ് നെറ്റോ. ഡാരൽ ഡെല്ല എന്നൊക്കെ വീഡിയോയിൽ പറയാറുള്ളത് ചേച്ചിയുടെ കുട്ടികളെയാണ് കേട്ടോ. ഡാരൽ ഗോർഗോൺ, ഡെല്ല മേരി ഗോർഗോൺ. ചേട്ടൻ്റെ പേര് ഡാനി ഗോർഗോൺ എന്നാണ്. അതാണ് അവരുടെ പേരിൻ്റെ പുറകെ നെറ്റോ ഇല്ലാതെ ഗോർഗോൺ വന്നത്. അപ്പോൾ എന്താണ് ഈ യൂട്യൂബ് ചാനലിൻ്റെ നെയിം ദ നെറ്റോസ് എന്നുള്ളത് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ. ഫാമിലി നെയിം കൊടുക്കണം എന്ന് എനിക്ക് വല്ലാത്തൊരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. ഈ വീടിന് തന്നെ ദ നെറ്റോസ് എന്ന് പേരിടണം എന്നുണ്ടായിരുന്നു. പക്ഷേ ഈ വീട് മമ്മിയും ഡാഡയും ചെന്നൈയിലൊക്കെ നിന്ന് ഒരുപാട് കഷ്ടപ്പെട്ട് ഇവിടെ വന്നിട്ട് ഉണ്ടാക്കിയതാണ്. അവരിട്ട പേര് തുഷാര എന്നാണ്. അതുകൊണ്ട് അത് മാറ്റാൻ എനിക്ക് തോന്നിയില്ല. ഇപ്പോൾ ഈ സിബിളാൻറ്റിയുടെ വീട്ടിന് ഡാഡ നെയിം ചേഞ്ച് ചെയ്ത് ദ നെറ്റോസ് നെസ്റ്റ് എന്നാണ് ഇട്ടേക്കുന്നത്. പിന്നെ ഈ വീട്, അതായത് ചേച്ചിയുടെ വീട് ഡെല്ലാഡയിലാണ് കേട്ടോ. KPM മോഡൽ സ്കൂളിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള വഴിയിൽ കുറച്ച് മുമ്പോട്ട് വന്നാൽ ഈ ഒരു കോമ്പൗണ്ട് കാണാൻ പറ്റും കേട്ടോ. രാവിലെ ഓട്സ് മാത്രം കഴിച്ചതിൻ്റെ വിശപ്പ് തീർക്കാൻ ചേച്ചി അവിടെ ഉണ്ടാക്കി വെച്ചിരുന്ന പൂരിയും മുട്ട ചിക്കിയതും ചിക്കൻ കറിയും ഒക്കെ ആയിട്ട് ഞാനൊരു പിടി പിടിച്ചു. ചേച്ചി CA ആണ്. JRS & Co എന്ന് പറയുന്ന കമ്പനിയിലാണ് ചേച്ചി വർക്ക് ചെയ്യുന്നത്. അത് നമ്മുടെ പുളിമൂട്ടിൽ സിൽക്സിന് ഓപ്പോസിറ്റാണ് കേട്ടോ. ചേച്ചിക്ക് ഇന്ന് ഓഫീസിൽ പോകണം. 2 ദിവസത്തിനുള്ളിൽ അവർക്ക് എന്തോ ക്ലോസിങ്ങോ മറ്റോ ആണ്. നല്ല തിരക്കുണ്ട്. അപ്പോൾ ചേച്ചിയും ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതെ തകർത്ത് കുക്കിങ്ങിലായിരുന്നു. അപ്പോൾ ആ ഗ്യാപ്പിന് ചേച്ചിയും കൂടി ഞങ്ങൾ 2 പേരും കൂടെ 2-3-4 പൂരി അങ്ങ് കഴിച്ചു. എല്ലാവരും പാത്രവും ഗ്ലാസും സ്പൂണും ഒക്കെ ആയിട്ട് അങ്ങോട്ട് നടക്കുന്നതുകൊണ്ട് നിലുവും തുടങ്ങി കേട്ടോ ഒരു പാത്രം എടുത്ത് പാപ്പം പാപ്പം എന്നും പറഞ്ഞ് നടക്കാനായിട്ട്. അതിൽ കിണ്ടാനായിട്ടൊരു സ്പൂണ് കൊടുത്തിരുന്നു, അത് പിന്നെ കാണാനില്ലാണ്ടായി. ഇവിടെ ഇപ്പോൾ ഞങ്ങളുടെ ഫാമിലിയും പിന്നെ ഡാഡയുടെ ഒരു അനിയൻ ആൻറ്റോ അങ്കിളുടെ വൈഫ് ലീലാൻറ്റിയും ഉണ്ട്. അങ്ങനെ ബർത്ത്ഡേ ആഘോഷങ്ങൾ ദേ ഇവിടെ സിറ്റ് ഔട്ടിൽ കൊടി കയറി കഴിഞ്ഞു. ഇങ്ങനെ ബർത്ത്ഡേസ് ഒക്കെ വരുമ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ നാരങ്ങ വെള്ളമൊക്കെ കുടിക്കാറുണ്ട് കേട്ടോ. മമ്മിയും ചേച്ചിയൊക്കെ ആണെങ്കിൽ വൈൻ മാത്രമേ എടുക്കത്തുള്ളൂ. ആ ഗ്യാപ്പിന് ഞാൻ നിലുവിന് ഫുഡും കൊടുക്കാൻ തുടങ്ങി കേട്ടോ. അവൻ്റെ ഫുഡ് കൊടുപ്പ് കുറച്ച് നേരം ഉണ്ടാവും. അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് എല്ലാവരും ഫുഡ് കഴിക്കുന്ന നേരമാവും. ഞാനും കുടിച്ചു കേട്ടോ നാരങ്ങ വെള്ളം. ഞാനങ്ങനെ എല്ലാവരും ഓഫർ ചെയ്യുന്നത് എടുക്കാറില്ല. ആലൻ, കൊച്ചോപ്പ, എൻ്റെ ഫാദറിൻലോ, ഈ 3 വ്യക്തികൾ തന്നാൽ മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ കേട്ടോ. ഇവിടെ വന്നാൽ 3 പേർക്കും കൂടെ ഞാൻ ഒരുമിച്ചാണ് കേട്ടോ വാരി കൊടുക്കുന്നത്. ഇവർ 3 പേരും ഇനി നിലുവും മമ്മീനെ നാന എന്നായിരിക്കും വിളിക്കാൻ പോകുന്നത് കേട്ടോ. നാന എന്നാണ് അവർ വിളിക്കുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഫുഡ് കൊടുക്കുന്ന കാര്യത്തിൽ ടെൻഷൻ അടിക്കേണ്ട. അവിടെ അമ്മയുള്ളതുപോലെ ഇവിടെ മമ്മി 3 പേർക്കും കൂടെ ഒരുമിച്ച് വാരി കൊടുത്തോളും. അവരുടെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് ഞാനും ചേച്ചിയും കഴിക്കാനായിരുന്നു. ചേച്ചി ഓഫീസിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. ഇന്നും തിരക്കുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. ഇനി തിരിച്ച് വൈകുന്നേരം ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ കേക്കുമായിട്ട് വരാമെന്നാണ് പറഞ്ഞേക്കുന്നത്. ലീലാൻറ്റി ആൻറ്റോങ്കിലും ഇരിക്കാൻ വന്നപ്പോഴേക്ക് ഞങ്ങൾ ടേബിളിൽ നിന്ന് മാറി കൊടുത്തു കേട്ടോ. അവരവിടെ നിന്നും കഴിച്ചു, ഞങ്ങൾ ഇപ്പുറത്തിരുന്നും കഴിച്ചു. ഞാൻ ഒരുപാട് ചോറ് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു റൈസിനും. പിന്നെ കറിയും അടിപൊളിയായിരുന്നു. ഡാഡ ഒരു ഉഗ്രൻ കുക്കാണ് കേട്ടോ. ഹണി ചിക്കൻ, ബട്ടർ ചിക്കൻ, ഫിഷ് BBQ, അങ്ങനെ ഒരു ലോഡ് വെറൈറ്റി സാധനങ്ങൾ ഡാഡ ഉണ്ടാക്കും. എന്നിട്ട് ഞാൻ നാരങ്ങ വെള്ളത്തിൻ്റെയും ഫുഡിൻ്റെയും ഒക്കെ ക്ഷീണത്തിൽ പോയി കിടന്ന് നിലുവായിട്ട് നല്ലൊരു ഉറക്കം ഉറങ്ങി. ഞങ്ങൾ എണീറ്റപ്പോഴേക്ക് ഫ്രിഡ്ജിൽ ഐസ്ക്രീം ഇരിപ്പുണ്ടായിരുന്നു. ഞാനത് നിലുവിനും കൊടുത്തു. കുക്കു ഓൾറെഡി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കൊടുക്കാതിരിക്കുമല്ല, ഇത്രയേ ഉള്ളൂ. നിലുവിനും എനിക്കും ഉള്ളതേ ഉള്ളൂ. 2-3 സ്പൂൺ കൊടുത്തു. അവനത് കൊടുക്കുന്നത് കണ്ടിട്ട് നിലു ദേഷ്യം പിടിക്കുന്നുണ്ടായിരുന്നു കൊടുക്കണ്ടെന്നും പറഞ്ഞിട്ട്. അപ്പോഴേക്കും മമ്മി എനിക്കും പിള്ളേർക്കും ഉള്ള ചായയൊക്കെ ആയിട്ട് വന്നു. ഇവരെല്ലാവരും ചായ ബിസ്ക്കറ്റ്സും ആയിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. കുക്കു ഉൾപ്പെടെ എല്ലാവർക്കും പാർലേജി ബിസ്ക്കറ്റ് അല്ലെങ്കിൽ ടൈഗർ ബിസ്ക്കറ്റാണ് ഇഷ്ടം. അത് ഡാരൽ തുടങ്ങിയുള്ള ശീലമാണ്. ഇതിൻ്റെ കൂടെ പഴംപൊരി കൊടുത്താൽ എടുക്കും, വേറൊന്നും എടുക്കാറില്ല. ചിപ്സ്, മിച്ചർ, മുറുക്ക്, അച്ചപ്പം, ആ വക ഐറ്റംസ് ഒന്നും ഇവർക്ക് ആർക്കും വേണ്ട. ഞങ്ങൾക്കുള്ള ചായയുടെ കൂടെ തന്നെ മമ്മി നിലുവിനുള്ള പാലും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവൻ്റെ പാലൊക്കെ ഒന്ന് അരിച്ച് പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുക്കുകയായിരുന്നു. പാലിന് ഇത്തിരി ചൂടുണ്ട്. ഞങ്ങൾ ചായ കുടിക്കുന്ന കണ്ടപ്പോഴേ ആൾ തുടങ്ങി പാപ്പം പാപ്പം എന്നും പറഞ്ഞിട്ട്. ഇവിടെ പോളയത്തോട് ലക്ഷ്മി ബേക്കേഴ്സിനടുത്തായിട്ട് ഒരു കേക്ക് ഷോപ്പ് ഉണ്ട് കേട്ടോ. അവിടെ ഓഫർ കേക്ക് ഷോപ്പ് എന്ന മറ്റുമാണ് അവിടെ കിടക്കുന്നത്. അവിടെ 1 kg ഒരു കേക്ക് മേടിച്ചാൽ ഒരു കേക്കും കൂടെ എക്സ്ട്രാ ഫ്രീ കിട്ടും. അപ്പോൾ ഞങ്ങളുടെ എല്ലാ കാര്യത്തിനും ഇപ്പോൾ അവിടെ നിന്നാണ് മേടിക്കുന്നത്. കാരണം നമുക്ക് ഒരു കേക്ക് സ്കൂളിൽ സ്റ്റാഫിനും ടീച്ചേഴ്സിനും ഒക്കെ കൊടുക്കാൻ വേണമല്ലോ. ഒരു കേക്ക് വീട്ടിൽ മുറിക്കാനും വേണം.
അറൗണ്ട് 1000 റുപ്പീസ് വരും കേട്ടോ ഒരു കേക്കിന്. അപ്പോൾ ചേച്ചി 7 മണിക്ക് വരുമ്പോൾ അവിടുന്ന് കേക്ക് മേടിച്ചിട്ട് വരും. അതിലൊരു കേക്ക് അതിലേ വന്ന് ഇരുപുറത്ത് വീട്ടിൽ വെച്ചിട്ട് വരും. രാവിലെ എനിക്ക് സ്കൂളിലോട്ട് എത്തിക്കാനാണല്ലോ എളുപ്പം. മമ്മീയും ഡാഡി അത് പുലിച്ചിറയിൽ നിന്ന് അവിടെ വരെ കൊണ്ടുവരണ്ടല്ലോ. ഈ വീടും കിച്ചനും ഒക്കെ എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജിയാണ് കേട്ടോ. കാരണം ഞങ്ങളാക്കിയത് ഈ വീടാണ്. കുറച്ചുകൂടെ മെച്ചുവേർഡായിട്ട് കുറച്ചുകൂടെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാനും അതിനൊക്കെ തുടങ്ങിയത് ഇവിടെ വെച്ചിട്ടാണ്. ഫിനാൻഷ്യൽ മാനേജ്മെൻ്റ് ആയാലും എല്ലാം ഞങ്ങൾ ഭയങ്കര ഡിപ്പെൻഡൻ്റ് ആയിരുന്നു. മമ്മീയും ഡാഡിയും എല്ലാം ടേക്ക് കെയർ ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾ അങ്ങനെയൊന്നും സേവിങ്സോ അങ്ങനെ ഒന്നും മാറ്റിയിട്ടൊന്നും ഇല്ലായിരുന്നു. ഇവിടെ വന്ന് തുടങ്ങിയ പിന്നെ ഞങ്ങൾ ഒരു പക്ക ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയി തുടങ്ങി. പിന്നെ എന്നെ പോലുള്ള എല്ലാ മരുമക്കളുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും അങ്ങനെ കുറച്ച് ദിവസം നമ്മൾ മാത്രമായിട്ട് താമസിക്കണമെന്നൊക്കെയുള്ളൊരു ആഗ്രഹം ഉണ്ടായിരിക്കുമല്ലോ. ആഗ്രഹം കൊണ്ട് മാത്രമാണ് കേട്ടോ, അല്ലാതെ അതിൻ്റെ ഒരു നെസസിറ്റി എനിക്ക് ലൈഫിൽ വന്നിട്ടില്ല. പക്ഷേ ഇവിടെ വന്നപ്പോൾ അതിൻ്റേതായ വിഷമങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു, കുരിശുമൂട് വിട്ട് ഇങ്ങനെ വന്ന് നിന്നപ്പോൾ. കാരണം കുരിശുമൂട് ഇസ് ഓൾവേസ് വൈബ്രൻറ്റ്. അവിടെ എപ്പോഴും എല്ലാവരും അനക്കവും ബഹളവും ഒക്കെ ആയി. ഇവിടെ കുറച്ചുകൂടെ കാം ആൻഡ് ക്വയറ്റാണ്. പുലിച്ചിറ ഉള്ളവർക്ക് അറിയാൻ പറ്റുമായിരിക്കും. ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു പ്ലേസാണിത്. പക്ഷേ പിന്നെ ഈ വീട്ടിൽ നിന്ന് ഞങ്ങൾ തിരിച്ച് കുരിശുമൂടിലോട്ട് പോയപ്പോഴത്തേക്ക് ഒരു തവണ ഞങ്ങൾ അങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് മിസ് ചെയ്തിട്ടുണ്ട് ഈ വീട് പലപ്പോഴും. അങ്ങനെ ചെസ് നമ്പർ 1നെയും ചെസ് നമ്പർ 2നെയും ഒക്കെ കുളിപ്പിച്ചു. ഡാരലിനെയും ഡെല്ലിനെയും കുളിക്കാനായിട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഇവരുടെ ഡ്രസ്സൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഒരു റാക്കിൽ നിലുവിൻ്റെയും ഉണ്ട്, കുക്കുവിൻ്റെയും ഉണ്ട്. എനിക്ക് പിന്നെ മമ്മിയുടെ ചേച്ചിയുടെ ഏതായാലും മതി. ഞാനൊന്ന് കുളിക്കാമെന്നൊക്കെ പ്ലാൻ ചെയ്തപ്പോൾ ദേ കിടക്കുന്നു. നല്ലൊരു മഴയങ്ങ് തുടങ്ങി കേട്ടോ, നല്ല തണുപ്പും. പിന്നെ ഇനി ഈ തണുപ്പത്ത് ഞാൻ തല നനച്ച് കഴിഞ്ഞാൽ, ഞാൻ തുമ്മി തുടങ്ങിയാൽ പിന്നെ ഇന്നത്തെ ദിവസം മൊത്തം കുളമാവും. അതുകൊണ്ട് ഇനി വീട്ടിൽ പോയിട്ടാവാമെന്ന് വെച്ചു ബാക്കിയൊക്കെ. ഉടുപ്പൊക്കെ ഇട്ട് മുടിയും ചെയ്ത് സുന്ദരനായിട്ട് വന്ന ആൾ പാല് തട്ടി ദേഹത്തോട് ഒഴിച്ചു കേട്ടോ. അങ്ങനെ ആ ഉടുപ്പൊക്കെ മാറ്റി ആ ബ്ലോവറിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ ആൾക്ക് ഇത്തിരി പേടിയുണ്ട്. അങ്ങനെ ആൾ അനങ്ങാതെ കിടക്കുന്നത്. വേറൊരുത്തനാണെങ്കിൽ അളി അത് വെച്ച് എൻ്റെ മുടിയൊന്ന് പറത്തിത്താന്നും പറഞ്ഞിട്ട് ഇവിടെ സ്ലോ മോഷനൊക്കെ അഭിനയിക്കുന്നുണ്ട്. ഇതെന്നെ കൊണ്ട് സ്ലോ മോഷനിൽ എടുപ്പിച്ചാണ് കേട്ടോ. അവൻ ഇത്രയും മുടിയുണ്ട്, ആ മുടി പറക്കുന്ന കാണണം എന്നൊക്കെ പറഞ്ഞിട്ട്. BBQൻ്റെ സെറ്റ് 2-3 ഉണ്ട് കേട്ടോ, ഇവിടെയും സിസിജിയിലുമായിട്ട്. സിസിജിയിൽ ആൾക്കാർ വരുമ്പോൾ അവർക്ക് നമ്മൾ ടെൻ്റൊക്കെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അവരിങ്ങനെ BBQ ഒക്കെ ഉണ്ടാക്കി കഴിക്കുന്നത് പതിവാണ്. അതിൽ എടുത്തിട്ടാണ് ഇവിടെ ഇപ്പോൾ BBQ ഉണ്ടാക്കുന്നത്. ആദ്യത്തെ സെറ്റ് പിള്ളേരൊക്കെ കഴിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് നിലൂനും വേണം. ചിക്കൻ അങ്ങനെ ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന ഒരു വിഭവം അല്ലെങ്കിലും ഇതിൻ്റെ ഒരു നല്ലൊരു ഫ്ലഷി പാർട്ടുണ്ടല്ലോ, സോഫ്റ്റ് ഫ്ലഫി ആയിട്ടിരിക്കുന്ന ഒരു പാർട്ട്, അത് ഞാനിങ്ങനെ തിരക്കി പിടിച്ച് ഇവരുടെയൊക്കെ പാത്രത്തിൽ നിന്ന് എടുത്തെടുത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ അവന് ചോറും അങ്ങ് കൊടുക്കാൻ തുടങ്ങി. അവൻ ചോറ് തിന്നു കഴിഞ്ഞാൽ പതുക്കെ എവിടെയെങ്കിലും കിടത്തി ഉറക്കിയിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി ഇരുന്നൊക്കെ ഭക്ഷണം കഴിക്കാമല്ലോ. ആലൻ പുറത്ത് പൊറോട്ടയൊക്കെ വാങ്ങിക്കാൻ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അതവൻ മണത്തറിഞ്ഞ പോലെ ആലൻ്റെ കൈയും പിടിച്ച് നിൽക്കുകയായിരുന്നു വിടാതിരിക്കാനായിട്ട്. പിന്നെ അവന് ഭക്ഷണമൊക്കെ കൊടുത്ത് അവനെ മമ്മി ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോഴേക്കും ഞാനൊരു 2 പീസ് ചിക്കനും പിന്നെ എൻ്റെ ലെഗ് പീസും അങ്ങ് പൊക്കി കുറച്ച് മയണൈസും സോസും ഒക്കെ ഇട്ട് കഴിച്ചു. പിന്നെ കുറച്ച് ലെമണും കൂടെ എൻ്റെ മേലിലിട്ടു കേട്ടോ. സാലഡിൽ വെച്ചിരുന്ന ലെമണായിരുന്നു, പക്ഷേ എനിക്കിങ്ങനെ ലെമണും വിനീഗറും ഒക്കെ ഇച്ചിരി പുറത്ത് തൂവി കഴിക്കാൻ നല്ല ഇഷ്ടമാണ്. ഡാഡിയുടെ ഒരു ഫ്രണ്ടും വൈഫും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആൻഡ് ഹി വാസ് ട്രൈയിങ് സോ ഹാർഡ് അവനെ ഒന്ന് എടുക്കാനും അടുത്തിരുത്താനും ഒക്കെ ആയിട്ട്. പക്ഷേ ആദ്യമായിട്ട് കാണുന്നതിൻ്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് അവനും ഉണ്ടായിരുന്നു അടുത്തോട്ട് പോകാനായിട്ട്. ഇത് ഞാൻ വന്നപ്പോൾ തൊട്ട് ഡാഡിയുടെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ, ഞങ്ങൾ കൊണ്ടുവന്ന ജുബ്ബയിട്ട് വേണം കേക്ക് മുറിക്കാനെന്ന്. അത് ചേട്ടനോട് പറയുന്നതാണ്. ചേട്ടൻ മീൻസ് അലൻ്റെ അളിയൻ. കണ്ടോ എന്നെക്കൊണ്ട് അവൾ ഇതൊക്കെ ഇടിയിച്ചു വന്നു. ഇനി കേക്ക് കട്ട് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ ഈ കേട്ട മ്യൂസിക്കിന് കോപ്പിറൈറ്റ് വരില്ല കേട്ടോ. കാരണം അത് ഡെല്ലമോള് പിയാനോയിൽ പാടിയിട്ട് ഞാൻ റെക്കോർഡ് ചെയ്തെടുത്തതാണ്. ഈ ചെയറിൻ്റെ സൈഡിലൂടെ വലിഞ്ഞു കയറുന്ന ആളാണ് ഡെല്ല. ഞാൻ തലയും കുത്തി നിന്നിട്ട് നിലു ഉറങ്ങുന്നില്ല. പിന്നെ ഇവരെല്ലാവരും കൂടെ കണ്ടുപിടിച്ചൊരു ഐഡിയ ആണ്. ഇതെപ്പോഴും ഉള്ളതാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ മാട്രസ് ഉണ്ട്, അതെടുത്തിട്ട് അതിങ്ങനെ സ്ലൈഡാക്കി അതിൽ കളിക്കും. ഇവരെല്ലാം ഇതിൽ എൻഗേജ്ഡ് ആകുമ്പോൾ നമുക്ക് ഇത്തിരി ഫ്രീ ടൈമും കിട്ടുമല്ലോ. നിലു ആണെങ്കിൽ ആരെയും അതിൻ്റെ അകത്ത് കയറാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. താഴെ എത്തിയാൽ വീണ്ടും അവന് തന്നെ മേലെ പോകണം. പിന്നെ തടപടാന്നും പറഞ്ഞ് ഓരോന്ന് വന്ന് വീഴുന്നതുകൊണ്ട് അലൻ പോയി കുറച്ച് മാറ്റും പില്ലോസും ഒക്കെ എടുത്തിട്ടു. പക്ഷേ ഇതൊന്നും വേണ്ടി വന്നില്ല കേട്ടോ. വന്ന് വീഴുന്നവർ ആദ്യം തന്നെ കാല് വെച്ച് ഇതാണ് തള്ളിക്കളയുന്നത്. അങ്ങനെ എന്തായാലും ഇവരിവിടെ എൻഗേജ്ഡായി. അലപ്പപ്പയുടെ മേൽനോട്ടം അവിടെ ഉള്ളതുകൊണ്ട് തന്നെ ഞാനും ചേച്ചിയും ഭക്ഷണം കഴിക്കാനായിട്ടിരുന്നു. ചപ്പാത്തിയും പൊറോട്ടയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഫ്രൈഡ് റൈസിൻ്റെ ടേസ്റ്റ് അപാരമായതുകൊണ്ട് ഞാൻ വീണ്ടും റൈസ് തന്നെ തട്ടി കേട്ടോ. പിന്നെ മമ്മിയും ആൻറ്റിയും എല്ലാവരും ഭക്ഷണം കഴിച്ചു. അവരൊന്നും ഇപ്പോഴെങ്ങും കഴിക്കത്തില്ല, വീണ്ടും നാരങ്ങ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നിലു ഫസി ആവാൻ തുടങ്ങി കേട്ടോ. ഉറക്കം വന്നു കഴിഞ്ഞാൽ പിന്നെ ബഹളം ഉണ്ടാക്കും. ഇവരെ ഒന്നും കളിക്കാനും സമ്മതിക്കത്തില്ല. ഞാനങ്ങനെ മാക്സിമം ട്രൈ ചെയ്ത് അവനെ കൊണ്ട് അകത്ത് കിടത്തി ഉറക്കി. തിരിച്ചു വന്ന് നോക്കിയപ്പോൾ ഇവരെല്ലാവരും വെളിയിലിരുന്ന് തന്നെ ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു. ആലനും പിന്നെ ഡാഡിയുടെ ക്ലാസ്മേറ്റ്സുമാണ് കേട്ടോ അതെല്ലാം.
ഞാനും ഒരു ഗ്ലാസ് വീണ്ടും എടുത്തു. അപ്പോൾ മമ്മി എന്നോട് പറഞ്ഞു, നീ ഫുഡൊക്കെ എടുത്തുകൊണ്ട് പോയിക്കോ, രാവിലെ നല്ലപോലെ കിടന്നുറങ്ങാമല്ലോ, ക്ഷീണമൊക്കെ കാണുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അതങ്ങനെ അല്ലെങ്കിലും ഇങ്ങനെയാണ് കേട്ടോ, ഞാൻ ഇവിടുന്ന് ബാക്കിയുള്ളത് എന്തെങ്കിലുമൊക്കെ പറക്കിക്കൊണ്ട് പോകും രാവിലെ കുറച്ച് നേരം അധികം കിടന്നുറങ്ങാൻ. അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. നാളെ എല്ലാവർക്കും സ്കൂളിലൊക്കെ പോകണം. ഡാഡയാണ് സ്കൂളിലെ പ്രിൻസിപ്പൽ, മമ്മി വൈസ് പ്രിൻസിപ്പൽ, ഞാൻ അവിടെ തന്നെയാണ് അക്കാഡമിക് ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുമല്ലോ. നമുക്കിനി നാളെ കാണാം.